ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സദ്യ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു അരക്കപ്പ് കുമ്പളങ്ങ, പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ്, അരക്കപ്പ് മത്തങ്ങ, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു സവാള, പിന്നെ 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് നെടുകെ കീറിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഒരുപാട് ചെറുതാവാതെ ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, തക്കാളി അതൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. ഇനി ഇതെല്ലാം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പ് എന്ന് പറയുമ്പോൾ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എന്ന് പറയും. അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ആ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതുപോലെ ചെറിയൊരു കഷ്ണം കായം, പിന്നെ ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ ഏകദേശം ഒരു 2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. പിന്നെ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പരിപ്പിൻ്റെ വേവിനനുസരിച്ചും അതുപോലെ കുക്കറിനനുസരിച്ചൊക്കെ ഈ വിസിലിൻ്റെ എണ്ണത്തിന് വ്യത്യാസം വരാം. അതായത് നല്ല വേവുള്ള പരിപ്പാണെങ്കിൽ ഒരു വിസിലിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറികളും കൂടി ഇതിൻ്റെ കൂടെ വേവിക്കുമ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ ഒരു വിസിൽ മതിയാവില്ല തോന്നുകയാണെങ്കിൽ ആദ്യം പരിപ്പ് വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം പച്ചക്കറികൾ വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇനി നമ്മൾ ഈ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് പുളി ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി സാമ്പാറിന് വേണ്ടിയിട്ട് നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇതുപോലെ ചെറിയൊരു കഷ്ണം കായം ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കായം നന്നായിട്ട് മൂത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളത് അരച്ചെടുക്കുമ്പോൾ ശരിക്കും അരഞ്ഞു കിട്ടില്ല. അപ്പോൾ കായം നമ്മൾ ആദ്യം പച്ചക്കറി വേവിക്കുന്ന സമയത്ത് അതിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് ഒരുപാട് കൂടുതലാവാൻ പാടില്ല, ചെറിയൊരു പീസ് മാത്രം ചേർത്താൽ മതി. കായം കൂടിക്കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് അത്ര നന്നാവില്ല. അതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6 വറ്റൽമുളകും ചേർക്കാം. അപ്പോൾ മുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ മല്ലിയും മുളകും മുഴുവനായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് പകരം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പൊടി ചേർക്കുകയാണെങ്കിൽ അവസാനം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കുമ്പോൾ ആ മല്ലിയും മുളകൊക്കെ നന്നായി മൂത്ത് ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടാനായിട്ട് തുടങ്ങും. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചെറിയ ഉള്ളിയുടെ കൂട്ടത്തിൽ വെളുത്തുള്ളിയും ചേർക്കണിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നാളികേരം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോവാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി ഒരു 2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം സാമ്പാറിന് മതിയാവില്ല. പിന്നെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 മുരിങ്ങക്കായ അതുപോലെ കഷ്ണങ്ങളായിട്ട് ചേർക്കുക. പിന്നെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ പരിപ്പിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷെ അത് മതിയാവില്ല, കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ മുരിങ്ങക്കായ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ മുരിങ്ങക്കായ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ പരിപ്പും കഷ്ണങ്ങളും കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 3 വെണ്ടയ്ക്കയും ഒരു തക്കാളിയും ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ചേർക്കാം. വഴുതനങ്ങ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായയ്ക്ക് വെണ്ടയ്ക്കനെയും തക്കാളിയും നോക്കുമ്പോൾ കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അത് വേവിച്ചെടുത്തത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ ആ വെണ്ടയ്ക്കയും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും.
കണ്ടില്ലേ, വെണ്ടയ്ക്ക നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സാമ്പാർ ഇരിക്കുന്നിടത്തോളം നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് തിളപ്പിക്കാം. ഈ സമയത്തിന് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ശർക്കര ജീവിതം കൂടി ചേർക്കുന്നുണ്ട്. ശർക്കര ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് സാമ്പാറിന് മധുരമൊന്നും ഉണ്ടാവില്ല. അതിൽ ആ പുളിയും എരിവും എല്ലാം കൂടിയിട്ടൊന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അതിന് ശേഷം അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർക്കാം. മല്ലിയില ചേർക്കണം നിർബന്ധമില്ല, പക്ഷേ കറിവേപ്പിലയുടെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ കഷ്ണങ്ങളൊന്നും ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് ഉലുവ ചേർക്കാം. പിന്നെ ഒരു 2-3 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ സദ്യ സ്റ്റൈലിലുള്ള വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇരിക്കുന്നിടത്തോളം ഇത് കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. ഇതിൽ നമ്മൾ അത്യാവശ്യം പരിപ്പും പിന്നെ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെയുള്ള കുറേ സദ്യ റെസിപ്പീസ് നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ കണ്ടു നോക്കിയാൽ മതി. സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്